കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് തന്നെ വൈകിട്ട് 5:30 മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നിർണായക കൂടിക്കാഴ്ച നടക്കും. മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിലേക്ക്. ചർച്ചകളൊക്കെ പൂർത്തീകരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അതിനായിട്ട് കാത്തിരിക്കുന്നു. അതേപോലെ നമുക്ക് കൃത്യം പറയാൻ പറ്റില്ലല്ലോ, അത് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സോണിയാജി ഹോസ്പിറ്റലായിരുന്നു എന്ന് അറിയാമല്ലോ. അപ്പം എൻ്റെ ചെറിയ താമസം വരാം. ഏതായാലും നല്ല തീരുമാനത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നു. ഇതുവരെ പ്രഖ്യാപനം സംബന്ധിച്ച് ഒരു ഇൻഫർമേഷനും എനിക്കില്ല. പ്രഖ്യാപനം എത്രയും നേരത്തെ വരുന്നതാണ് അത്രയും നല്ലത്. കാരണം ആളുകളൊക്കെ വളരെ ആകാംക്ഷാഭരിതരാണ്. ജനങ്ങളാണല്ലോ യജമാനന്മാർ. ജനാധിപത്യത്തിലെ യജമാനന്മാർ ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളുടെ വികാരത്തിന് അർഹമായ പരിഗണന നൽകുക എന്നുള്ളത് ജനാധിപത്യപരമായ ഒരു ഔചിത്യമാണ്. ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദ്, തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക്, കൊച്ചിയിൽ നിന്ന് സിബി ജോസഫ് എന്നിവർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുമോദിലേക്ക് ആദ്യം പോവുകയാണ്. സുമോദ്, ഡൽഹി കേന്ദ്രീകരിച്ച് ഇന്ന് നടക്കാനിരിക്കുന്ന നിർണായകമായ ചർച്ച 5:30 കൂടിയ നിർണായകമായ ചർച്ച നടക്കും എന്ന് കേൾക്കുന്നു. അതിനുശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന 10 ദിവസമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടാകുമോ? കേരളം മാത്രമല്ല, ഇന്ത്യയും ഉറ്റുനോക്കിയാണ് കേരള മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായിട്ട് 4-ാം തീയതിക്ക് ശേഷം ഇന്ന് 10 ദിവസം തികയുമ്പോഴും കോൺഗ്രസിന് ഇതുവരെ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. യോഗത്തിന് പിന്നാലെ അടുത്ത യോഗം എന്ന രീതിയിൽ നീണ്ടു പോവുകയാണ്. ദീപാദാസ് മുൻഷി പറഞ്ഞത്, ഒരു യോഗത്തിന് ഏറ്റവും ഒടുവിൽ ഈ 3 പേരെയും KC വേണുഗോപാലിനെയും VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും പങ്കെടുപ്പിച്ചുള്ള യോഗത്തിന് ശേഷം പിന്നീടൊരു യോഗം ഉണ്ടാവുന്നതല്ല, ഇത് തീരുമാനം മാത്രമായിരിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷമാണ് കേരളം അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിക്കുന്ന ഒരു VD സതീശൻ തരംഗം ഉണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് പ്രിയങ്ക ഗാന്ധി നിയോഗിച്ച ഒരു ഏജൻസി കണ്ടെത്തുകയും അത് ഹൈക്കമാൻഡിൽ ചർച്ചയാകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഒരു ഹൈക്കമാൻഡ് ഏകപക്ഷീയമായി ഒരു സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന ഒരു വിലയിരുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. KC വേണുഗോപാലിൻ്റെ ഒപ്പം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി നിലയുറപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വ്യക്തി താല്പര്യമല്ല അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, ഏറ്റവും കൂടുതൽ MLA-മാർ പിന്തുണക്കുന്ന നേതാവാകട്ടെ, അങ്ങനെയുള്ളൊരു കീഴ്വഴക്കമാണ് കോൺഗ്രസിനുള്ളത്. ഇത് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങൾ തെറ്റിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ പ്രശ്നം ആവർത്തിക്കും. അന്ന് ഒരു നിലപാടെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് KC വേണുഗോപാലിൻ്റെ ഒപ്പം നിന്നത്. പക്ഷേ VD സതീശൻ്റെ പലതരത്തിലുള്ള തരംഗങ്ങളായിരുന്നു ഡൽഹിയിലേക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആണ് അവരെയും VD സതീശനെയും മാത്രമല്ല, ഏറ്റവും ഒടുവിൽ VD സതീശൻ അല്ലെങ്കിൽ KC വേണുഗോപാൽ ഇതുകൂടാതെ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് രമേശ് ചെന്നിത്തലയുടെ പേരും പരിഗണിച്ചിരുന്നു. അങ്ങനെയാണ് 3 പേരെയും ഒരുമിച്ചിരുത്തി യോഗം നടത്തിയത്. ആ യോഗത്തിൽ തന്നെ ആദ്യം പറഞ്ഞത്, നിങ്ങൾ 3 പേരും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായവർ തന്നെയാണ്. പക്ഷേ ഒരാൾക്ക് മാത്രമാണ് മുഖ്യമന്ത്രിയാകാൻ കഴിയുക, അതുകൊണ്ട് ബാക്കിയുള്ളവരെ പാർട്ടി പരിഗണിക്കും എന്നുള്ള ഒരു ഉറപ്പുകൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ അന്നത്തെ യോഗത്തിൽ പിന്നീട് ഇത്തരത്തിലുള്ളൊരു വിഷയങ്ങളുണ്ടായതിനെ തുടർന്ന് വീണ്ടും യോഗം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ആ യോഗത്തിലേക്ക് മുൻ KPCC അധ്യക്ഷന്മാരെ വിളിച്ചു, വർക്കിംഗ് പ്രസിഡന്റ്മാരെ വിളിച്ചു. അവരുടെ അഭിപ്രായം ഉണ്ടായി. ഏതെങ്കിലും ഒരാളെ പ്രഖ്യാപിച്ചാൽ മറ്റു 2 കൂട്ടർക്കും ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാകും, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരിക്കും ഉണ്ടാകുക എന്ന് പതിറ്റാണ്ടുകൾ പരിചയമുള്ള ഈ ഒരു നേതാക്കന്മാരോട് സംസാരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് VM സുധീരനാണ് ഏറ്റവും ഒടുവിൽ സംസാരിച്ചത്. അതിനുശേഷമാണ് ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത്. നമ്മളിപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിക്ക് മുന്നിലാണ്. 5:30-ക്കാണ് യോഗം തുടങ്ങുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഈ യോഗത്തിന് ശേഷമായിരിക്കും ഈ തീരുമാനം പ്രഖ്യാപിക്കുക. തീരുമാനം ഇനി നാളത്തേക്ക് മാറ്റിവെക്കുമോ അതോ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമോ എന്ന് നമുക്ക് വരും മിനിറ്റുകൾ തന്നെ അറിയാൻ കഴിയും. ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് തിരിക്കുന്നതായിട്ടുള്ള വാർത്തകളുണ്ടല്ലോ. ദീപാദാസ് മുൻഷി ആയിരിക്കുമോ പ്രഖ്യാപനം നടത്തുക? കേരളത്തിലായിരിക്കുമോ മുഖ്യമന്ത്രി പ്രഖ്യാപനം? അതുകൂടെ ആളുകൾക്ക് അറിയാനുള്ള ആകാംക്ഷയുണ്ട് സുമോദ്.